ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. ഇന്നലെ രാത്രിയിലത്തെ വ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് പാടുപെട്ട് കുഞ്ഞുമണിക്ക് വയ്യായിരുന്നു. അതിനുശേഷം നടന്ന സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ. സംഭവം വേറൊന്നുമല്ല കേട്ടോ, കുഞ്ഞുമണിക്ക് പിന്നെയും ഛർദിൽ തുടങ്ങിയായിരുന്നു കേട്ടോ. ഒരു 6-7 വട്ടം ഛർദിച്ച്. അപ്പൊ വീട്ടിലാണെങ്കിൽ അച്ഛനും ചേട്ടായൊന്നും ഇല്ലല്ലോ, രണ്ടുപേരും രണ്ട് സ്ഥലത്തല്ലേ സ്റ്റേ വർക്ക്. പിന്നെ ആണെങ്കിൽ ഓട്ടോയും ഇല്ല, രാത്രി അതിനെ കൊണ്ട് നല്ല രീതിക്ക് പാടുപെട്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തോടെ ഞാനൊരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ അങ്ങോട്ട് സഹായിക്കുന്നവരൊന്നും കൃത്യസമയത്ത് നമുക്കായിട്ട് ഒരു സഹായത്തിനും വരത്തില്ലെന്ന്. ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ എത്രത്തോളം നടക്കാൻ പറ്റുമോ അത്രത്തോളം ഞങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത വീട്ടിലെ മാമൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ നടന്നു പോകുന്നതിന്റെ ഒരു സങ്കടത്തിൽ ആ മാമൻ പിന്നെ വണ്ടിയിൽ എണ്ണ ഇല്ലാനായിട്ട് പോലും കാറും എടുത്തിട്ട് കുഞ്ഞുമണിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊട്ട് പ്രതീക്ഷിക്കാത്തവരാണ് നമ്മൾ ആപത്ത് സമയത്ത് സഹായിക്കുന്നതെന്ന് എനിക്ക് ഇന്നലത്തോടെ മനസ്സിലായി. എക്സ്പെക്ട് ചെയ്തിട്ടേ ഇല്ലായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും പോലും. പിന്നെ എന്തൊക്കെയായാലും ഞങ്ങൾ 12 മണിയോടെ അടുപ്പിച്ച് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്ക് പിന്നെ കുഞ്ഞുമണിക്ക് മരുന്ന് കൊടുത്തിട്ട് 1/2 മണിക്കൂർ നമ്മളത്തെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. മരുന്നൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞുമണി ഒരുവിധം ഓക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞുമണിക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. വെള്ളം കുടിച്ചാൽ പോലും കുഞ്ഞുമണി ഛർദ്ദിക്കുമായിരുന്നു. കഷ്ടം, എന്റെ കുഞ്ഞ് ഒരുവിധം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. 1/2 മണിക്കൂർ നേരത്തെ കുഞ്ഞുമണിക്ക് വെള്ളമോ പാലോ ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ ഇരുത്തിയേക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ എന്താ പറ്റിയെന്ന് അറിയില്ല കേട്ടോ. അപ്പൊ ഡോക്ടർ പറഞ്ഞ് എന്തെങ്കിലും ഫുഡ് കഴിക്കുന്നത് പിടിക്കാത്തതിന്റെ ആയിരിക്കും, എപ്പോഴും കുഞ്ഞുങ്ങളല്ലേ ഒരുപോലെ ഇരിക്കണമെന്നില്ലല്ലോ എന്ന്. ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തോടെ ഞാൻ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ആർക്കും അങ്ങോട്ട് പോയി ചത്ത് കിടന്ന് പണിയില്ലെന്ന്. ഇപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഞാനായാലും അമ്മയായാലും എല്ലാവർക്കും ഓടി നടന്ന് സഹായിക്കും കേട്ടോ. പക്ഷെ നമ്മുടെ ഒരു ആവശ്യം വന്നപ്പോൾ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ആൾക്കാരായിരുന്നു നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നത്. ചിലപ്പോൾ നമ്മുടെ കൂടെ നടന്ന് നമ്മളെ ചിരിച്ച് നടക്കുന്നവരായിരിക്കും കേട്ടോ നമ്മുടെ ഏറ്റവും അടുത്ത ശത്രുക്കൾ എന്നൊക്കെ എനിക്ക് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് മനസ്സിലായി. പിന്നെ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞുമണിക്ക് വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ എന്തായാലും അകത്തേറി വന്നിട്ടുണ്ട്. കുഞ്ഞുമണിക്ക് വയ്യാതായ പിന്നെ എന്നെക്കാട്ടും കൂടുതൽ ഇഷ്ടം അമ്മേനെ കേട്ടോ. പിന്നെ ചേച്ചിയും പിള്ളേരും ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞുമണിക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു നമ്മുടെ കൂടെ ഇത്രയ്ക്കും കട്ടയ്ക്ക് നിൽക്കുമെന്നൊന്നും. ഈ അവസ്ഥയിൽ കഷ്ടം ഉറങ്ങാതെ കാത്തിരിക്കുവായിരുന്നു എന്താ ഏതായെന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ ഒരു 1:30 അടുപ്പിച്ച് ഞങ്ങൾ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മാമൻ പുറത്ത് നമ്മളെ കാത്ത് തന്നെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ച് മാമനാണ് നമ്മളെ വീട്ടിൽ കൊണ്ടാക്കിയത്. ഇപ്പൊ കുഞ്ഞുമണിക്ക് വൊമിറ്റിംഗ് ഒക്കെ ഒരു വിധത്തിൽ നിന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ അങ്ങനെ ഛർദിലൊന്നും ഇല്ല, പുള്ളിക്കാരി ഓക്കെയാണ്. പിന്നെ ചെറിയ രീതിയിൽ ചൂടും കാര്യങ്ങളും പനി പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അത് പെട്ടെന്ന് ശരിയാവുമെന്ന് പ്രാർത്ഥിക്കണം എല്ലാവരും. അപ്പൊ ഇന്ന് ഞാൻ ഗിവവേയുടെ വീഡിയോ ഇടാൻ വെച്ചിരുന്നു കേട്ടോ. പക്ഷേ സിറ്റുവേഷൻ ഇത് അതിനെക്കൊണ്ടാണ്. അപ്പൊ ഞാൻ നാളെ ഗിവവേയുടെ വീഡിയോ ഇടാവേ. അപ്പൊ ചാനൽ കാണാൻ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നാളെ ഗിവവേയുടെ വീഡിയോ ഇട്ട് വരാം. ചിലപ്പോൾ ചെയ്യുമ്മ.